ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം മതി. ഈ പറയുന്ന ലളിതമായ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അപാരമായ സമ്പൽ സമൃദ്ധി, അതുപോലെ കുടുംബദോഷങ്ങൾ മാറുക, നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഏതുവിധ ദോഷങ്ങളെയും മാറ്റിത്തരും ആ ഈശ്വരൻ. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എന്നും പ്രയോജനം ചെയ്യുന്ന കുറേ സംഖ്യാരഹസ്യങ്ങളും പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് വാട്സപ്പിലാണെങ്കിലും കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയും. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇവയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അത് ക്ഷേത്രത്തിലേക്കുള്ള പരിഹാരങ്ങളായിരിക്കും പറയുന്നത്. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാതിരിക്കുക. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും. ഈ വീഡിയോ നിങ്ങൾ ദയവായി മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ ഒരു പരിഹാരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, സംഖ്യാരഹസ്യങ്ങളായിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. കാരണം ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. അത് ശരിയായിട്ട് ചെയ്താൽ ഫലമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. അടുത്തുള്ള കൃഷ്ണൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച മലയാള മാസം താമരമാല നിങ്ങൾ മേടിച്ച് ഭഗവാന് സമർപ്പിക്കുക. അതോടൊപ്പം ഈ അടുത്തുള്ള കൃഷ്ണനിലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ താമരമാല ഭഗവാന് സമർപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾ ഭഗവാന് നെയ്വിളക്കൂടെ തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. ഇത് ജീവിതത്തിൽ വലിയ മാറ്റം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയും നിങ്ങളുടെ അടുത്ത് ധന്വന്തരമൂർത്തിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ താമര മാലയും അതോടൊപ്പം ഒരു കൂട് ഭസ്മവും ഒരു നെയ്വിളക്കൂടെ സമർപ്പിക്കുക. ഇത് ഒരു തവണ ചെയ്താൽ പോലും ഫലമുണ്ടാകും. അപ്പം ഈ ധന്വന്തരമൂർത്തിക്കാണെങ്കിൽ ഭസ്മം കൂടെ സമർപ്പിക്കാം. ഇനിയും വിഷ്ണു ആണെങ്കിൽ ഭസ്മം ഒഴിച്ച് ബാക്കിയുള്ളത് സമർപ്പിക്കാം. ഭസ്മം വേണ്ട. താമരമാലയും അതുപോലെ നെയ്വിളക്കം സമർപ്പിച്ചാൽ മതി. ഭഗവാൻ അപാരമായ അനുഗ്രഹം ഭഗവാന്റെ നിങ്ങൾക്ക് നൽകും. കാരണം ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച ചെയ്യണം. ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വിഷ്ണു ക്ഷേത്രം അടുത്തുള്ളവർ അവിടെ ചെയ്യുക. ഇനി ധന്വന്തരമൂർത്തിയുടെ ക്ഷേത്രം അടുത്തുള്ളവർ അവിടെ ഭസ്മവും കൂടെ വയ്ക്കണം. ധന്വന്തരമൂർത്തിക്ക് ഭസ്മവും കൂടെ വയ്ക്കാം, വിഷ്ണുവിന് വയ്ക്കണ്ട. അപ്പം ഈ ധന്വന്തരമൂർത്തിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ താമരമാലയോ അല്ലെങ്കിൽ താമരപ്പൂ സമർപ്പിച്ചാലോ മതി. താമരമാലയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ താമരപ്പൂ ഭഗവാന് സമർപ്പിക്കുക. അതുതന്നെയാണെങ്കിലും ഫലം ലഭിക്കും. ഒരു കൂട് ഭസ്മം. ഈ ഭസ്മം ധന്വന്തരമൂർത്തിക്ക് സമർപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശാപദോഷം മാറും, കർമ്മദോഷം മാറും, ആ മുൻജന്മ കർമ്മദോഷം മാറും, സ്വഭാവം മാറും. അതുപോലെ ആ വ്യക്തിക്ക് നല്ല ഐശ്വര്യങ്ങളുണ്ടാകും. താമരമാല അല്ലെ താമരപ്പൂ ആണ് സമ്പത്ത് നൽകുന്നത്. ഭസ്മം കർമ്മദോഷം മാറാൻ വേണ്ടിയാണ്. ഭസ്മം ഈ ധന്വന്തരമൂർത്തിക്ക് ആണെങ്കിൽ വെച്ചാൽ മതി. വിഷ്ണുവിനാണെങ്കിൽ ഭസ്മം വേണ്ട, നെയ്വിളക്ക് സമർപ്പിച്ചാൽ മതി. താമരമാലയും നെയ്വിളക്ക് സമർപ്പിച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു ത്രിമധുരവും കൂടെ കൊടുത്താൽ നന്നായിരിക്കും, ഭസ്മത്തിന് പകരം കേട്ടോ, നന്നായിരിക്കും. അപ്പോൾ ഇത് മലയാള മാസം ആദ്യ വ്യാഴാഴ്ച ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്തൊരു ഭദ്രകാളിയുടെ ക്ഷേത്രമാണെങ്കിൽ അവിടെ അമ്മയ്ക്ക് ഒന്നുകിൽ താമരമാല, അത് മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യണം. താമരമാല അല്ലെ താമരപ്പൂ കൊണ്ട് അർച്ചനയ്ക്ക് താമരപ്പൂ സമർപ്പിക്കുക. അതിൻ്റെ കൂടെ ലളിത സഹസ്രനാമ അർച്ചനയും കൂടെ ചെയ്യുക. ഇത് മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യുക. ഇത് വലിയ അനുഗ്രഹങ്ങൾ അമ്മയുടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ക്ഷേത്രമാണ് എന്നുള്ളതനുസരിച്ച് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക, എല്ലാം കൂടെ ചെയ്യാനല്ല. ഇപ്പം പലരുടെ അടുത്ത് വിഷ്ണു ക്ഷേത്രമായിരിക്കും, ചിലരുടെ അടുത്ത് ഭദ്രകാളി ആയിരിക്കും. ഇനി ധന്വന്തരമൂർത്തിയുടെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുക. ഈ 3 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ചെയ്യുക. അപ്പം കൃഷ്ണന് ധന്വന്തരമൂർത്തിക്കൊക്കെയാണ് മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച. ഇനിയും
ഭദ്രകാളിയമ്മയ്ക്കാണെങ്കിൽ മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച, ഞാൻ വിശദമായിട്ട് പറഞ്ഞല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് രാവിലെ ചെയ്യണം, വൈകിട്ട് ചെയ്യരുത്. പറഞ്ഞ രീതിയിൽ ചെയ്താലാണ് ബലം ഉണ്ടാകുന്നത്. വലിയ മാറ്റം ജീവിതത്തിൽ വരും. കാരണം വലിയ കോടീശ്വരന്മാർ ഈ താമര മാല, താമരപ്പൂ ഒക്കെ ഭദ്രകാളിയമ്മയ്ക്ക് അല്ലെ ദേവിക്കൊക്കെ സമർപ്പിച്ച് വലിയ സമ്പത്തുണ്ടായവരുണ്ട്. വലിയ രീതിയിൽ അത് ചെയ്ത് സമ്പത്തുണ്ടായവർക്കറിയാം അതിൻ്റെ ഗുണം. പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ചിലപ്പോൾ നമ്മളൊരു വഴിപാട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം 1 തവണ ചെയ്തുകൊണ്ടോ 2 തവണ ചെയ്തുകൊണ്ടോ ബലം ചിലപ്പോഴുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. കാരണം ആ ദേവനല്ല ദേവിയെ തീരുമാനിക്കുന്നത്. ഈ വ്യക്തിയുടെ കർമ്മദോഷം, കർമ്മഗതി, പുണ്യപാപങ്ങളനുസരിച്ച് എപ്പോഴാണ് ഇയാൾക്ക് ബലം കൊടുക്കേണ്ടതെന്ന് ദേവതയാണ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ഭാഗമല്ല. പിന്നെ നിങ്ങളുടെ സമർപ്പണവും പ്രാർത്ഥനയും പോലെ ചിലർക്ക് ആദ്യത്തെ തവണ തന്നെ ബലം ലഭിക്കാം, ചിലർക്ക് എളുപ്പം ആവർത്തിക്കേണ്ടതായി വരും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവർത്തിക്കാം, അല്ലെ ആവർത്തിക്കാതിരിക്കാം. പക്ഷേ കോടീശ്വരന്മാരായ പല വ്യക്തികളും ഈ താമരപ്പൂ അല്ലെ താമരമാല ഭദ്രകാളിയമ്മയ്ക്ക് അല്ലെ ദേവിക്ക് ഒക്കെ ആവർത്തിച്ച് വെള്ളിയാഴ്ചകളിൽ, മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഒക്കെ സമർപ്പിക്കാറുണ്ട്. അതിൻ്റെ ഫലം അവർക്കറിയാം. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു അനുഗ്രഹം അവർക്കറിയാം. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവനവന് സ്വയം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കുക. ഞാൻ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. പക്ഷേ ഇത് വലിയ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്, മാറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് എനിക്കറിയാവുന്ന കാര്യം. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം അതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ സംഖ്യാരഹസ്യങ്ങളുടെ ചില കാര്യങ്ങൾ പറയാം. ആ സംഖ്യാരഹസ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ അതിനു മുമ്പ് ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ട് പറയാം. അപ്പോഴേ ഒരു അനുഭവം പറഞ്ഞിട്ട് സംഖ്യാരഹസ്യത്തിലേക്ക് വരാം. അതായത് ഇന്നലെ എന്നെ ഒരു തിരുമേനി വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു പൂജാരിയാണ്. അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനാണ്. മാസത്തിൽ 1 തവണ ഗുരുവായൂർ പോകും. ഈ മാസത്തിൽ 1 തവണ ഗുരുവായൂർ പോയാൽ വലിയ ഐശ്വര്യമാണ് കേട്ടോ. കാരണം ആ ഒരു ഭഗവാന്റെ ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ, അത് ഗുരുവായൂരായിക്കോട്ടെ, പിന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ആയിക്കോട്ടെ, അതുപോലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനായിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, മനസ്സിൽ വന്ന 2-3 ക്ഷേത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചോറ്റാനിക്കര ആയിക്കോട്ടെ, ചെട്ടികുളങ്ങര ആയിക്കോട്ടെ, മലയാലപ്പുഴ ആയിക്കോട്ടെ, അപ്പം ഏറ്റുമാനൂരായിക്കോട്ടെ. അപ്പോൾ ഇത് ഞാൻ മനസ്സിൽ വന്ന കുറേ ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ഈ ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ മാസത്തിലൊന്ന് ദർശനം നടത്തുകയാണെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും. അപ്പോൾ എന്നെ വിളിച്ച ഒരു തിരുമേനി, അദ്ദേഹം ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരു പ്രാർത്ഥനയുണ്ട്, ഈ ചെയ്യുന്ന ആൾക്കൊരു ബലം കൊടുക്കണ ഈശ്വരാന്ന്. അപ്പം അത് എനിക്ക് അതുകൊണ്ട് വളരെ അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പം ഞാനും ഒരാളുടെ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനും ഈശ്വരനോടൊരു പ്രാർത്ഥനയുണ്ട്. ഈശ്വര അയാൾക്കൊരു അവിടുത്തെ കരുണ ഉണ്ടാകണേ, പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു താല്പര്യമാണ്. അപ്പോൾ ഞാനതൊന്നുമല്ല പറയുന്നത്, സംഖ്യാരഹസ്യത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടി എൻ്റെ ഈ ഒരു അനുഭവം പറയാം കഴിഞ്ഞ ദിവസത്തെ. അപ്പോൾ ഇദ്ദേഹത്തിന് ജ്യോതിഷം അറിയാവുന്ന ഒരാളാണ്, ജ്യോതിഷമൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിനൊരു വണ്ടി എടുക്കണം. വണ്ടി എടുക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഒരു ദിവസങ്ങളിൽ ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ അത് പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ജ്യോതിഷവും കാര്യങ്ങളും അറിയാം, അത്യാവശ്യം അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണെങ്കിലും അവരെല്ലാം വലിയ ജ്യോതിഷ കാര്യങ്ങൾ ചെയ്യുന്നവരും അല്ലെ അതുപോലെയുള്ള ദേഹപ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ, അല്ലാതെ അറിയാൻ കഴിഞ്ഞിട്ടല്ല. ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിക്കാൻ വിളിച്ചതേ ഉള്ളൂ. കാരണം ഞാൻ പല കാര്യങ്ങളും ഈ ഫോണിൽ അദ്ദേഹത്തെ വിളിച്ചാണ് ശിവന് ജലധാരയൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം ചെയ്ത് നമുക്കറിയാം, അനുഭവത്തിലറിയാം. അത് അത്ര ശുദ്ധ മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചൊരു അഭിപ്രായം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ ശനിയാഴ്ച വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ശനിയാഴ്ച വണ്ടി
ചിലർക്കെടുക്കാം, എല്ലാവർക്കും അല്ല. അതായത് ശനി സ്വാധീനം കൂടുതലുള്ള, ശനി നല്ല രീതിയിലായിട്ടുള്ളവർക്ക് ശനിയാഴ്ച വണ്ടി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ശനി സ്വാധീനം കൂടുതലുണ്ടോ, ശനി എങ്ങനെയാണെന്നുള്ളത് അറിയണം. അറിഞ്ഞാലല്ലേ അതിൻ്റെ അകത്ത് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ഒന്നുകിൽ ശനി ലഗ്നാധിപനായിട്ട് അല്ലെങ്കിൽ അഷ്ടമാധിപനായിട്ട് നല്ല രീതിയിൽ ജാതകത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇദ്ദേഹം പറഞ്ഞപ്പം അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഇദ്ദേഹത്തിന് ശനി സ്വാധീനമുള്ള വ്യക്തിയാണ്. പക്ഷേ എങ്കിൽ അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു കാര്യം കൂട്ടി നോക്കിയാൽ മറിച്ചും തിരിച്ചു 2-3 പ്രാവശ്യം കൂടെ കൂട്ടി നോക്കിയാലേ അത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ശരിയാണോ എന്ന്. അപ്പോൾ അതിന് വേറെ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു താങ്കൾക്ക്. അതപ്പോൾ പുള്ളിക്ക് നേരത്തെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ കൂട്ടുമ്പം 8 or 4 ആണോ വരുന്നതെന്ന് ചോദിച്ചു. കാരണം എന്നാലും ഞാൻ ഉറപ്പിക്കത്തുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വെച്ച് ഉറപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ഗ്രഹത്തിൽ തന്നെ വെച്ച് ഉറപ്പിക്കത്തില്ല. പല കാര്യങ്ങൾ ഏകദേശം ഒരേ രീതി വരുമ്പോൾ മാത്രമേ ഒരു കാര്യത്തിലേക്ക് നമുക്ക് നിഗമനത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പഴയ വണ്ടിയുടെ നമ്പർ, നമുക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ നമ്പറൊന്നും. ഞാൻ പറഞ്ഞു കൂട്ടുമ്പോൾ 8 or 4 ആണോ വരുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു 4 ആണ് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു സമ്മതിച്ചു തന്നേക്കെന്ന് പറഞ്ഞു. പുള്ളി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. കാരണം അപ്പം പുള്ളി അതുപോലെ ഞെട്ടിപ്പോയത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് സത്യമുള്ള കാര്യമാണ്. ഞാനെന്നല്ല ആര് പറഞ്ഞാലും അത് സത്യമുള്ള കാര്യങ്ങൾ എപ്പോഴും സത്യമായിട്ട് തന്നെ ഫലിക്കും. അതിപ്പോൾ എൻ്റെ ഒരു കഴിവൊന്നുമല്ല, അത് സത്യമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് സമ്മതിച്ചെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. കാരണം പുള്ളിക്ക് അതുപോലെ ഒരു കാരണം ആ പുള്ളിയുടെ ആ വണ്ടിയുടെ നമ്പർ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഫോണിൽ ഇരുന്നുകൊണ്ട് അതാണോ ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണോ എന്ന് ചോദിക്കുക. ആ പുള്ളി പറഞ്ഞു അതിലൊന്നാണ്. പുള്ളി പറഞ്ഞു ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു, സമ്മതിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വണ്ടി എടുത്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതൊന്നും അല്ല, ഈ സംഖ്യകൾക്ക് ചില കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ സംഖ്യാരഹസ്യമാണ് അവിടെ ഞാൻ ഫോളോ ചെയ്തത്. അതായത് ശ്രദ്ധിച്ച് കേട്ടോണം, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അതായത് ഈ 4-6 4-ാം തീയതി ജനിച്ചവർ, 4 ജന്മസംഖ്യ ഉള്ളവരും 6 ജന്മസംഖ്യ ഉള്ളവരും. 4 ജന്മസംഖ്യ ഉള്ളവരെന്ന് പറഞ്ഞാൽ 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 4 ജന്മസംഖ്യ ഉള്ളവരാണ്. 6 ജന്മസംഖ്യ ഉള്ളവരെന്ന് പറഞ്ഞാൽ 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 6 ജന്മസംഖ്യ ഉള്ളവരാണ്. അത് ഏത് മാസം ആയിക്കോട്ടെ, മാസം വിഷയമല്ല. അപ്പോൾ ഈ 6 ജന്മസംഖ്യ ഉള്ളവരും 4 ജന്മസംഖ്യ ഉള്ളവരും തമ്മിൽ എപ്പോഴും നല്ല ഒരു അടുപ്പം ഉണ്ടായിരിക്കും. അതുപോലെ 4 ജന്മസംഖ്യ ഉള്ളവരും 7 ജന്മസംഖ്യ ഉള്ളവരും തമ്മിൽ എപ്പോഴും നല്ലൊരു അടുപ്പം ഉണ്ടായിരിക്കും. 7 എന്ന് പറഞ്ഞാൽ 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവർ. 4 എന്ന് പറഞ്ഞാൽ 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവർ. ഇവർ തമ്മിൽ എപ്പോഴും ഒരു അടുപ്പമുണ്ടായിരിക്കും, നല്ലൊരു മാനസികമായ ഒരു ഐക്യവും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യപ്പെടുമെങ്കിലും. ഇനി 4-8 ജനന തീയതികളുള്ളവർ എന്ന് വെച്ചാൽ 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവർ 4 ജന്മസംഖ്യ ഉള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി 8 ജന്മസംഖ്യ ഉള്ളവരെന്ന് പറഞ്ഞാൽ 8, 17, 26 ഈ തീയതികളിൽ ജനിച്ചവർ 8 ജന്മസംഖ്യ ഉള്ളവരാണ്. അപ്പം 4 ജന്മസംഖ്യ ഉള്ളവർ 8 ജന്മസംഖ്യ ഉള്ളവരുമായിട്ടും നല്ലൊരു അടുപ്പമായിരിക്കും. പക്ഷേ പലപ്പോഴും ഈ 8 ജന്മസംഖ്യ ഉള്ളവർ 4 ജന്മസംഖ്യ ഉള്ളവരെ, ഇപ്പോൾ 8 ജന്മസംഖ്യ ഉള്ളവർ ഏതെങ്കിലും ഒരു കുഴപ്പത്തിൽ പോയി ചാടിയാൽ അതിൻ്റെ പുറകെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 4 ജന്മസംഖ്യ ഉള്ളവരും പോയി ചാടുമെന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകത്തില്ലെങ്കിലും ചിലർക്കെങ്കിലും അതിന് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 8 ജന്മസംഖ്യ ഉള്ളവരായിട്ടുള്ള അടുപ്പമൊക്കെ പിണങ്ങുകയോ വഴക്ക് പിടിക്കുകയോ ഒന്നും വേണ്ട, അല്പം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, പിന്നെ കൃഷ്ണനെ വിളിക്കുക. എല്ലാവർക്കും അത് ഒരു മോശമായ രീതി വരുമെന്നൊന്നും അർത്ഥമില്ല. ചിലർക്കെങ്കിലും അതുകൊണ്ട് ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. ഇത് നിർബന്ധമില്ല, ഇതൊക്കെ സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ്. എന്നുവെച്ചാൽ പിണങ്ങണമെന്നോ വഴക്ക് പിടിക്കണമെന്നൊന്നുമല്ല, ഒന്ന് നോക്കിയും കണ്ട് നിൽക്കുക. ഇപ്പം 8 ജന്മസംഖ്യ ഉള്ളവർ ഏതെങ്കിലും ഒരു കേസിൻ്റെ പുറകെ പോയാൽ അതിൻ്റെ പുറകെ കണ്ണു അടച്ചുകൊണ്ട് ഇറങ്ങി പോകരുത്. കാരണം 8 ജന്മസംഖ്യ ഉള്ളവർ ചിലപ്പോൾ ഇറങ്ങിയും വരും, 4 ജന്മസംഖ്യ ഉള്ളവനകത്തും കിടക്കും. അപ്പോൾ ഈ പുറകെ പോകുന്ന സൂക്ഷിച്ച് വേണം. അപ്പോൾ അത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല, യാതൊരു നിർബന്ധവുമില്ല. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തുമില്ല, പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ 8 ജന്മസംഖ്യ ഉള്ളവർ ശനി സ്വാധീനമുള്ളവരാണ്.
ഇവർ ഇവർക്ക് ഇവരുടെ കൂട്ടുകാരോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഈ കൂട്ടുകാർ മുഖേനയായിരിക്കും ഇവർ പലപ്പോഴും കൂട്ടുകാർ ഏത് വഴിയിൽ ചിന്തിക്കുന്നോ അല്ലെ കൂട്ടുകാരെങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും ഇവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളും. അപ്പോൾ ഈ കൂട്ടുകാരെ ഇവർ അടിയുറച്ച് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഈ 8 ജന്മസംഖ്യയുള്ളൊരു കൃഷ്ണനെ വിളിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഒരാപത്തുകളും ഉണ്ടാകാതെയും മോശം കൂട്ടുകെട്ടുകളിൽ പോകാതെയും ഉപകരിക്കും. എന്നാൽ 8 ജന്മസംഖ്യ ഉള്ളവർ ഏറ്റവും ബുദ്ധിയുള്ളവരും ഇപ്പോൾ എൻജിനീയറിങ് അതുപോലെയുള്ള ഉയർന്ന മേഖലകൾ, എൻജിനീയറിങ്, അത് ഡോക്ടറെ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാരെ, ഇങ്ങനെ വലിയ കഴിവുള്ളവരാണ് ഇവർ. പക്ഷേ ഇവർ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ, അതായത് ഇവരുടെ ജീവിതത്തിൽ ഒരു 13 വയസ്സ് അല്ലെങ്കിൽ ഒരു 17 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ചിലർക്ക് 34 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ മോശം സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ എത്ര കഴിവുള്ളവരാണെങ്കിലും അത് ഇവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടണമെന്നില്ല. ചില മോശമായ ചില കൂട്ടുകെട്ടുകളിൽ പോകാം. അപ്പോൾ ഇവർ 8 ജന്മസംഖ്യ ഉള്ളവർ കൃഷ്ണനെ കൂടുതലായിട്ട് വിളിച്ചാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. പിന്നെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. കുടുംബ പരദേവതയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും, നല്ലതാണ്. ഞാൻ ഈ 8 ജന്മസംഖ്യയുള്ളവരുടെ കാര്യം പറഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തിരിച്ചടികൾ വരുന്നത്, ജീവിതത്തിലെ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ജന്മസംഖ്യ ഉള്ള ഒരു അങ്ങനെയുള്ളവരാണ് ഈ 8 ജന്മസംഖ്യ ഉള്ളവർ. അവർ അതീവ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്, ഏറ്റവും ടോപ്പിലെത്തുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അവരുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവിതം അടിതെറ്റിപ്പോകും. അതുപോലെ ലഹരി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഇവർക്ക് നല്ലത്. പിന്നെ ഇവർ കൂടുതലും അഡ്വൈസ് തേടുന്ന കൂട്ടുകാരിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും കൂടുതൽ ഗുണത്തേക്കാൾ ഒരു ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. നല്ല ആളുകളുടെ നിന്ന് ഇവർ അഡ്വൈസ് ചിലപ്പോൾ തേടാറില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ചിലർക്കെങ്കിലും ഈ അനുഭവങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം സാമാന്യ ഫലങ്ങളാണ് കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്ന് അതിന് അർത്ഥമില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും, അതിനാണ് പറയുന്നതായിരുന്നത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ ഇത് മനസ്സിലാക്കി ഇവരെ വളർത്തിക്കൊണ്ട് വന്നാൽ ഇപ്പോൾ കൃഷ്ണനെ വിളിക്കണം, അപ്പോൾ അവരെയും കൊണ്ട് അവരുടെ പക്കനാളിന് കൃഷ്ണക്ഷേത്രത്തിൽ പോവുക, ഭഗവാന് വഴിപാട് ചെയ്യുക, വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോവുക, ഭഗവാന് വഴിപാട് ചെയ്യുക, ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും, ഏറ്റവും ടോപ്പായിട്ട് വരും, ഏറ്റവും അറിയപ്പെടുന്നവരായിട്ട് വരും, ഏറ്റവും പ്രശസ്തരായ വ്യക്തികളായിട്ട് വരും. അങ്ങനെ വരാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് ഗുണമുണ്ടാകും. ഇനി 4 ജന്മസംഖ്യ ഉള്ളവർ, അവർക്ക് ഏറ്റവും നല്ല ഫീൽഡുകളാണ് എൻജിനീയറിങ്, നിയമം, കണക്ക്, പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടറെ, അങ്ങനെയുള്ള മെഡിസിൻ ഫീൽഡുകൾ, എൻജിനീയറിങ് ഫീൽഡുകൾ, ടെക്നിക്കൽ മേഖലകളിൽ ഏറ്റവും മിടുക്കന്മാർ ഈ 8ഉം 4ഉം ഉള്ളവരും ഏറ്റവും മിടുക്കന്മാരാണ്. മറ്റുള്ളവർ ചിന്തിക്കും, മറ്റുള്ളവർ കണ്ടെത്തും, സൂക്ഷ്മ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ അത് പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് അല്പം ഭാഗ്യദോഷങ്ങളുണ്ട്. അതിനിവർ കൃഷ്ണൻ ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും. അങ്ങനെ മിടുക്കന്മാരാകാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. അത്ര ആ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ഇതുള്ളവരെല്ലാം ഇങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചിലർക്കെങ്കിലും ചില ഭാഗ്യദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഉണ്ടാകാതിരിക്കാനും ഏറ്റവും മിടുക്കന്മാരാകാനും എല്ലാവർക്കും എല്ലാം ഉയർച്ചകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ സാമാന്യ ഫലങ്ങളാണ്, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഇനിയും 5, 14, 23 ഈ ഒരു പെൺകുട്ടികൾക്ക് ജന്മസംഖ്യ ഉണ്ടെങ്കിൽ അവർ നേഴ്സിങ്ങിന് ഏറ്റവും നല്ലതാണ്. ഇത് പറഞ്ഞ് 5, 14, 23 ഉള്ളവർ മാത്രമല്ല നേഴ്സിംഗ് എടുക്കുന്നതെന്ന് ഇതിന് അർത്ഥമില്ല കേട്ടോ. നേഴ്സിംഗ് ഫീൽഡ് ഈ 4, 13, 22, 31 ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ 2, 11, 29 ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ 6, 15, 24 ഉള്ളവർക്ക് നല്ലതാണ്. ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. പക്ഷേ ഈ സാധാരണ ഞാൻ കണ്ടിരിക്കുന്നത് 5, 14, 23 ഒക്കെ ഉള്ളവർ പെൺകുട്ടികളാണെങ്കിൽ അവർ നേരെ കണക്ക് സംബന്ധമായ പഠനങ്ങൾ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CA, അക്കൗണ്ട്സ്, ആ ഫീൽഡിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർ നേരെ നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെട്ടു. അത് പിന്നെ അവനവന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ മേഖല തിരഞ്ഞെടുത്താൽ മതി. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ, എൻ്റെ കാഴ്ചപ്പാടുകൾ പറയുന്നുള്ളൂ. അവനവരുടെ അഭിപ്രായം കൂടെ പരിഗണിച്ച് മാത്രമേ അവരവരുടെ തൊഴിൽ തിരഞ്ഞെടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത് അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം. എൻ്റെ അഭിപ്രായം പറയുന്നേ ഉള്ളൂ കേട്ടോ. തൊഴിൽപരമായിട്ട് എപ്പോഴും അവനവൻ്റെ അഭിപ്രായം കൂടെ പരിഗണിച്ച് മാത്രം തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാവുള്ളൂ. ആ തിരഞ്ഞെടുക്കുന്നത് ശരിയായിട്ടാണെങ്കിൽ അത് അവനവന് തന്നെ ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില ഒരു നല്ല തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള, തൊഴിൽപരമായ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചില സംഖ്യാരഹസ്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ അവനവന് ഇഷ്ടപ്രകാരം അവനവന് തീരുമാനമെടുക്കാം.
അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അഭിപ്രായങ്ങൾ പറയുന്ന എൻ്റെ കാഴ്ചപ്പാടുകൾ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 5, 14, 23 ഈ തീയതികളിലുള്ള, അതുപോലെ അശ്വതി, മകയിരം, മകം, ഞാൻ 2, 3, 4 പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് നാൾ ഇനിയും ബാക്കി കിടപ്പുണ്ട് 27 നക്ഷത്രത്തിൽ. അത് പെട്ടെന്ന് ഓർമ്മ വരാത്തതുകൊണ്ട് പറയാത്തതാണ്, അല്ലാതെ മറ്റുള്ള നാളുകാർക്ക് അങ്ങനെ കഴിവില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇത്തരം നാളുകളൊക്കെ നേഴ്സിങ്ങിന് ഏറ്റവും നല്ലതാണ്. നേഴ്സിംഗ് മേഖല സ്ത്രീകളാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുമ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫേ മാറും. അല്ല ചുമ്മാ ആവശ്യമില്ലാത്ത കോഴ്സുകൾ പഠിച്ചിട്ട് ജീവിതം മുഴുവൻ ശമ്പളം ഉണ്ടെന്ന് വെച്ചാൽ ശമ്പളമില്ല, ജീവിക്കാനുള്ള ശമ്പളമില്ല, ജീവിതം ദുരിതമായിട്ട് കഴിഞ്ഞു പോകേണ്ട കാര്യമില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതിന് ചില സംഖ്യാരഹസ്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ അപ്പോൾ ഈ 8 ജന്മസംഖ്യയുള്ളവർക്കും 4 ജന്മസംഖ്യയുള്ളവർക്കും എൻജിനീയറിംഗ് ഫീൽഡ് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ മെഡിസിൻ ഫീൽഡ് നല്ലതാണ്. 5, 14, 23 ആണെങ്കിൽ കുട്ടികൾ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് അവർ കണക്ക് സംബന്ധമായ, ഫിനാൻസ് സംബന്ധമായ പഠനങ്ങൾക്ക് പോകുന്നതാണ്. അവരൊന്ന് മനസ്സിൽ വെച്ചാലല്ലേ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നഴ്സിങ്ങിനൊക്കെ പോയാൽ ഹൈ ലെവലിൽ ജീവിക്കാം. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ വന്ന ചില കുട്ടികൾക്ക് അവർ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ അശ്വതി നക്ഷത്രം ഒരു കുട്ടി നേരത്തെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നഴ്സിംഗ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതായിരിക്കും, ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ ഇഷ്ടമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ആ കുട്ടിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. ആ കുട്ടി അയർലൻഡിൽ ജോലി ചെയ്യുന്നു, വലിയ ശമ്പളം മേടിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഈ അമ്പലത്തിലേക്കൊക്കെ, ഞങ്ങളുടെ അടുത്ത അമ്പലത്തിലേക്കൊക്കെ വലിയ തുകകൾ സംഭാവന നൽകി. എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടല്ലേ? ഇപ്പം അവർ അയർലൻഡിലാണ്, വലിയ സാമ്പത്തികമായി. അത് ആ കുട്ടി ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കണമെന്നില്ല, അതിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അതിനൊന്നും ഇഷ്ടമാണ്. അത് പറഞ്ഞാൽ അത് നേഴ്സിങ്ങിന് പോകാമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തിരഞ്ഞെടുക്കുന്നതെന്നനുസരിച്ചാണ് നമ്മൾ എന്തായിത്തീരുന്നു എന്നുള്ളത്. അവിടെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരാളുടെ ജന്മസംഖ്യ 31 വിചാരിക്കുക, അല്ലെ 3, 1, 4, 4ൽ പെടുന്നതാണെന്ന് വിചാരിക്കുക. വിധിസംഖ്യ ഡേറ്റ് ഓഫ് ബർത്തും മാസവും വർഷവും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വിധിസംഖ്യ 2 വയ്ക്കുക, അല്ലെ 29 വയ്ക്കുക. ജീവിതത്തിൽ വളരെയേറെ സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകേണ്ടതായി വരാം. അപ്പോൾ അതിന് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശിവക്ഷേത്ര ദർശനം, അതുപോലെ ഭദ്രകാളി, കൃഷ്ണന് ചില കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്തു പോയാൽ അവർക്ക് വലിയ മാറ്റം ഉണ്ടാവും. ഒന്നും വേണ്ട, പക്കനാളിന് ശിവന് ഒരു പാൽപ്പായസം, കൂവളത്തലോട് ഭാഗ്യസുക്താർച്ചന, പിൻവിളക്ക്, ഇത് ചെയ്യുക. ഭദ്രകാളിക്ക് കടുംപായസം, രക്തപുഷ്പാഞ്ജലിയും കൊടുക്കുക. ഇത് തന്നെ ചെയ്തു പോയ ഇവരുടെ ജീവിതത്തിൽ ഈ സ്ട്രഗിളിങ്ങുകളെ ഒരു പരിധി വരെ, അലച്ചിലുകളെ, കഷ്ടപ്പാടുകളെ, പ്രതിസന്ധികളെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ഈ 11 നവംബർ മാസത്തിൽ ജനിച്ച പലർക്കും ഒന്നുകിൽ അവർക്ക് സുഹൃത്തുക്കളുമായിട്ട് പ്രശ്നം, അല്ലെങ്കിൽ വീട്ടിലെ ബന്ധുക്കാരുമായിട്ട് പ്രശ്നം, അല്ലെങ്കിൽ അയൽപക്കക്കാരുമായിട്ട് പ്രശ്നം. മനസ്സാ ഒരു കാര്യം അറിഞ്ഞില്ലേ പോലും ഇവരെ പലപ്പോഴും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നോ എല്ലാവരും അങ്ങനെ ആണെന്നോ അല്ല എന്ന് പറഞ്ഞാൽ, എല്ലാവരും അങ്ങനെ ആണെന്നോ അല്ല പറയുന്നത്. ചിലർക്കെങ്കിലും ഈ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പം അതെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. അവർ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹായ എന്ന മന്ത്രം ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. അല്ലെ കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി, ഭഗവാൻ കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി, അറിയുന്ന പോലെ ഭഗവാനെ വിളിച്ചാൽ മതി. അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം മാറി. എന്നുവെച്ചാൽ അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ല, ഉള്ളവർക്കാണെങ്കിലും മാറിപ്പൊക്കോളും. അപ്പോൾ ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുക. അതിലൊന്നും ചെയ്യാൻ പോകണ്ട, സാധാരണ രീതി എടുക്കുകയും വിടുകയും ചെയ്യാം. ജസ്റ്റ് അടുത്ത മൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് മനസ്സിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ സ്വാഹ എന്ന് മനസ്സിൽ 3 തവണ ജപിച്ചാൽ സർവ്വവൈശ്യമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ചൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ഭഗവാനുമായിട്ടൊന്ന് ചേർന്ന് നിന്നാൽ അവരുടെ ആ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ലതാണ്, അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഇപ്പോൾ ചിലരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിപ്പം ഈ സംഖ്യാജ്യോതിഷത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഖ്യാജ്യോതിഷത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട്. അപ്പോൾ ഞാൻ കൊടുത്ത പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പല സമയങ്ങൾ, ഇന്ന സമയം മോശമാണ്, ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന സമയം പ്രയോജനപ്പെടുത്തിക്കോണം
ഇന്ന സംഖ്യ ഭാഗ്യസംഖ്യയായിട്ടും മൊബൈൽ പാസ്വേഡായിട്ട് ഉപയോഗിക്കുക. അതൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു വളരെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റിന്, വളരെ ടാലൻ്റാണ് അദ്ദേഹത്തിന് ഒരുപാട് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വരെ വെളിയിൽ നിന്ന് വരെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു മുറി മുഴുവൻ പുരസ്കാരങ്ങളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ഭാഗ്യസംഖ്യ പാസ്വേഡായിട്ട് സെറ്റ് ചെയ്യുന്ന പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് വന്നു. പുരസ്കാര ചടങ്ങിൽ ആ വേദിയിൽ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് ഞാനും അവിടെ പോയായിരുന്നു അത് കാണാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഭാഗ്യസംഖ്യ പാസ്വേഡ് ആക്കിയപ്പോൾ അതിന് ഗുണം കിട്ടി എന്നുള്ളതാണ്. ഇതിനകത്തൊക്കെ സംഖ്യകളിൽ നമ്മളിപ്പം 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർ, 8, 17, 26 ഈ തീയതികളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഏത് ഡേറ്റിൽ തുടങ്ങണം? ഒന്നുകിൽ 6, 15, 24 ഈ ഡേറ്റുകളിൽ ഏതെങ്കിലും തുടങ്ങുക. ഇപ്പോൾ ഏപ്രിൽ മാസമാണ് ജനിച്ചെങ്കിൽ ജൂൺ 6 സെലക്ട് ചെയ്യുക, നല്ലതായിരിക്കും. വെച്ചൊരു ഉയർച്ച ഉണ്ടാകും. അങ്ങനെ അയാൾ ജനിച്ച കാലഘട്ടവും അയാൾ ജനിച്ച തീയതിയും കണക്കാക്കി ആ ഭാഗ്യത്തിനനുസരിച്ച് നീങ്ങിയാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് അനുഭവം. 1, 10, 100, 10,000 അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യമാണ്. അറിവല്ല, തിരിച്ചറിവാണ്. അപ്പോൾ അത് നന്നായിരിക്കും. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഇപ്പം ഒരാൾ വാസ്തു നോക്കി വീട് വയ്ക്കുന്നു. ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ട്രെയിനിൻ്റെയൊക്കെ സൈഡിൽ എത്രയോ ആളുകൾ വീട് വെച്ചിരിക്കുന്നു. അത് വാസ്തു നോക്കിയാണോ? അല്ലല്ലോ, അവരും ജീവിക്കുന്നില്ലേ. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഒരു വാസ്തു നോക്കി വീട് വെക്കുന്നത് എന്തിനാണ്? സ്ഥലവും കാര്യങ്ങളും ഉള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർ ആ പ്രകാശത്തിനനുസരിച്ച്, സൂര്യപ്രകാശം, കാറ്റ്, ഊർജത്തിനനുസരിച്ച് ദർശനമാക്കി വീട് വെച്ച് ആ വീട്ടിൽ ഇരിക്കുന്നവർക്ക് നല്ല ഒരു ബുദ്ധി തെളിയും, നല്ല ഒരു സുഖകരമായ അവസ്ഥ ഉണ്ടായിക്കഴിയുമ്പോൾ അവരുടെ ഓരോ ദിവസങ്ങളും ഓരോ പ്രവർത്തികളും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ അവസ്ഥയുള്ളവരും അങ്ങനെ അതിലാവശ്യമുള്ളവരുമാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അല്ലാത്തവരും ജീവിക്കുന്നില്ലേ? അതിൻ്റെ അകത്തൊന്നും അർത്ഥമില്ല. ആവശ്യമുള്ളവർ, സാഹചര്യമുള്ളവർ, ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതുപോലെ ചില സംഖ്യകൾ, അതുപോലെ 6, 15, 24 ജനിച്ചവർക്ക് ഒരു കാര്യത്തിന് അവർ പോകുന്നു, അത് നടക്കുന്നില്ല എത്ര നാളായിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനീ പറയുന്ന ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. 4, 13, 22, 31 ഇതിലേതെങ്കിലും ഒരു തീയതിയിൽ ആവർത്തിച്ച് ശ്രമിച്ച ആ കാര്യം ചിലപ്പോൾ നടക്കും. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇത് സംഖ്യകളുമായിട്ട് ജീവിതത്തിൽ പലതൊരു ബന്ധമുണ്ട്. ഞാൻ ആദ്യമായിട്ട് സംഖ്യകളെക്കുറിച്ച് അറിയുന്നത് പൈതഗോറസിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫിസിക്സാണ്. ഇപ്പോൾ ഗ്രഹനില, സംഖ്യാദോഷം, പിന്നെ ഹസ്തരേഖ ഇതിലൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയം ഫിസിക്സും സൈക്കോളജിയുമാണ്. അപ്പോൾ ഇപ്പോഴും ഫിസിക്സിൻ്റെ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അത്. കാരണം മറ്റൊന്നുമല്ല, ഒരു കാര്യത്തിന് ഒരു ആഴത്തിലിറങ്ങി പരിശോധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സത്യസന്ധമായ ആ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഈ സംഖ്യകളെക്കുറിച്ച് ഒരു പ്രാവശ്യം ഞാൻ പൈതഗോറസിൻ്റെ ഒരു പുസ്തകം വാങ്ങിച്ചു. അതിൻ്റെ അകത്താണ് സംഖ്യകളെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്കൊരു മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ആ സംഖ്യകളെക്കുറിച്ച് പിന്നീട് കുറേ പഠനങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് ഞാൻ പാസ്വേഡായിട്ട് ഞാൻ സംഖ്യകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പലർക്കും ഈ സംഖ്യാരഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. ഇതിലൊക്കെ കാര്യമുണ്ട്. ഇനിയും ഈ സംഖ്യാരഹസ്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഒരു 8, 17, 26 ഈ തീയതികൾ ജനിച്ച ഒരാളാണെങ്കിൽ 8, 17, 26 ഇവർ നീല ഡ്രസ്സ്, കടും നീല നിറത്തിലുള്ള ഡ്രസ്സ് ആവർത്തിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ഡ്രസ്സ് തന്നെ ആവർത്തിച്ച് ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞത്, കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ സാധിക്കുന്ന പോലെ പല ദിവസങ്ങളിൽ പല വസ്ത്രങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും. ചെയ്തു നോക്കിക്കും. അതുപോലെ 4കാർക്കും ഈ കടുന്നീല നല്ലതാണ്, കൃത്യം ഫലം കിട്ടും. 2കാർക്ക് വെള്ള വസ്ത്രം നല്ലതാണ്. 7കാർക്ക് പച്ച മഞ്ഞ നല്ലതാണ്. 1കാർക്ക് മഞ്ഞ നിറം നല്ലതാണ്. ഇങ്ങനെ നിറത്തിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംഖ്യ ജനിച്ച തീയതി
ജന്മസംഖ്യ, വിധിസംഖ്യ, നിറം, ഇതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ജനിച്ച കാലഘട്ടം അല്ലെ ജനിച്ച കാര്യങ്ങളുമായി ആ ജനിച്ച ഡേറ്റയുമായി ജനിച്ച നമ്മുടെ ഒരു ബേസിക് ഡേറ്റയുണ്ട്. അത് ഇപ്പോൾ ജനിച്ച മാസം, ഒരാൾ ജനിച്ച മാസം ഏപ്രിലാണെന്ന് വിചാരിക്കുക. അയാളുടെ ഏതെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങണമെങ്കിൽ ജൂൺ, ഒക്ടോബർ, ഡിസംബർ ഈ കാലഘട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുക നന്നായിരിക്കും. അത് ഒരാൾ ഇതുപോലെ ഒരു ചിട്ടി തുടങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അയാൾ ജനിച്ച കാലഘട്ടം വെച്ച് ഞാൻ പറഞ്ഞു, അയാൾ ജൂലൈ തുടങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു ജൂലൈ തുടങ്ങണ്ട, നിങ്ങൾ ഡിസംബറിൽ തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ആ പുള്ളി അതുകൊണ്ട് തുടങ്ങിയില്ല. അത് കഴിഞ്ഞ് ജൂലൈയിൽ അദ്ദേഹത്തിന് ഒരു അസുഖം പിടിപെട്ട് അദ്ദേഹം ഒരു 1.5 മാസം കിടപ്പായിപ്പോയി. പിന്നെ അതുകൊണ്ട് സാമ്പത്തിക നില വളരെ മോശമായി. അപ്പോൾ എന്നോട് പറഞ്ഞു ചേർന്നിരുന്നതിലും എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ ഡിസംബറിൽ ചേരാൻ പറ്റി. ഇങ്ങനെ ഈ സമയത്തിനനുസരിച്ച് നമ്മൾ ജനിച്ച കാലഘട്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ എന്ത് ചെയ്താലും നമുക്കതിനോടൊരു ആത്മാർത്ഥതയും കൂടെ വേണം, എങ്കിലേ നമുക്ക് ഏതിലും വിജയിക്കാൻ പറ്റും. അത് വിശ്വാസവും കൂടെ വേണം. ഒരു അത്യാവശ്യം ഒരു പത്രപ്രവർത്തനമൊക്കെ ഉള്ള ഒരാൾ പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് മാറിയപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ജോയിൻ ചെയ്യാനൊരു ഡേറ്റ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അവർ പറഞ്ഞതിനെക്കാട്ടിലും 1 മാസം കൂട്ടി ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്, അവരോട് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം അത് ഓക്കെ ആയി. പക്ഷേ പുള്ളി പിന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ കറക്റ്റ് ആദ്യം ജോയിൻ ചെയ്ത പുള്ളിക്ക് പ്രയോജനം ഉണ്ടായി എന്നോട് പറഞ്ഞു. അങ്ങനെ പല ഓഫീസേഴ്സിനും ഒക്കെ പുതിയ ചാർജ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റിലൊക്കെ ചെയ്തവർക്ക് ഗുണമുണ്ടായതായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളുടെ കഴിവും അറിവൊന്നുമില്ല. ഇതൊക്കെ കറക്റ്റ് കണക്കാണ്, സത്യമുള്ള കാര്യങ്ങളാണ്. സത്യമുള്ള കാര്യങ്ങൾ എപ്പോഴും സത്യമാണ്. നന്മയിൽ നിന്ന് എപ്പോഴും നന്മ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. സത്യമുള്ള കാര്യങ്ങളാണ്. ഇത് ഒരാളുടെ ജനിച്ച ഡേറ്റ് ഒരിക്കലും മാറത്തില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്, ജനിച്ച കാലഘട്ടം. ഇനിയും നിങ്ങൾ തന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ ചില വ്യക്തികളെ കാണുമ്പോൾ അവരുടെ ഈ മുഖത്തിൻ്റെ ഇത് കണ്ടോ, ഈ കീഴ്ത്താടി സാമാന്യത്തിൽ കൂടുതൽ താഴോട്ട് കൂർത്ത് നീണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സാമാന്യത്തിൽ കൂടുതൽ കീഴ്ത്താടി കൂർത്തിരിക്കുക താഴോട്ട്. ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുന്നവരാണ്. ഇവർ ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. പെട്ടെന്ന് അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവർ പ്രകോപനം ഉണ്ടായാൽ പെട്ടെന്ന് എന്തോ ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ പ്രകോപനം ഉണ്ടാക്കാതെ നമ്മൾ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുക. എല്ലാവരും അങ്ങനെയാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്, ചിലർക്കെങ്കിലും ഈ ടെൻഡൻസി ഉണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ ഇത് കണ്ടോ, ഈ ഭാഗത്ത് ചില ഇങ്ങനെ വീതി കൂടിയുള്ളവർക്ക് അനലൈസ് ചെയ്യാൻ, ഏതിനെയും വിശദമായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കഴിവ് കൂടുതലായിരിക്കും. പിന്നെ ചിലരുടെ ഈ പല്ലിൻ്റെ മേൽവരി ഇങ്ങനെ കുറച്ച് പല്ലിൻ്റെ മേളിൽ വേറൊരു പല്ലൂടെ വന്നിട്ട് ഇങ്ങനെ അടിങ്ങിയ പോലെ ഇരുന്ന് പോലെ ഇരിക്കുന്ന കാണാം. പ്രത്യേക കഴിവുള്ളവരാണ്. ഇങ്ങനെ ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ ചില പ്രത്യേകതകളുണ്ട്. നമുക്കത് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ അത് നല്ലത് തന്നെയാണ്. ഇനി 6, 15, 24 തീയതികളിൽ ജനിച്ചവരെ അവരെ നിങ്ങൾ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുത്. അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ആളുകളുടെ മുന്നിൽ വെച്ച് പറയുക, ഇതൊന്നും കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇവരുടെ മനസ്സിലൊരു വിഷമം കിട്ടിയാൽ അത് ഒരുപാട് നാൾ ഇവരുടെ മനസ്സിൽ കിടക്കും, അത് പെട്ടെന്ന് മറക്കത്തില്ല. അപ്പോൾ അവരെ നമ്മൾ കളിയാക്കുമ്പോൾ സൂക്ഷിച്ച് കളിയാക്കുക, അവരെ കളിയാക്കാതിരിക്കുക. കാരണം അവരുടെ മനസ്സിൽ നിന്ന് ആ വിഷമം പോകത്തില്ല. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ ആ വിഷമം കിടക്കും. അതെങ്ങനെയാണ് പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചാൽ സത്യസന്ധമായ കാര്യങ്ങളാണ്, ഒരുപാട് അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യങ്ങളാണ്. ഇപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ട്, അവൻ 4, 13, 22, 31 ജനിച്ചതാണ്. പ്രത്യേകിച്ച് 22 മാസ്റ്റർ നമ്പർ 22-ലാണെങ്കിൽ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ മെഡിറ്റേഷൻ, നല്ല കാഴ്ചപ്പാടുകൾ, ദേവാലയമായിട്ടുള്ള വിശ്വാസങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ 22 ജനിച്ചവരെ അല്ലെങ്കിൽ 11 ജനിച്ചവരെ ഇവരൊക്കെ, അല്ലെങ്കിൽ 13 ജനിച്ചവരെ ഇവരൊക്കെ ഈ ചെറുപ്പത്തിൽ നല്ല ആളുകളുമായിട്ട് ഇടപെട്ടാൽ ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും.
ഇവർ സാഹചര്യവശാൽ മോശം ആളുകളായിട്ട് ഇടപെട്ടാൽ, അല്ലെങ്കിൽ മോശം കാഴ്ചപ്പാടുകളാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഭാവിയിൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. പറയാൻ മനസ്സിലാകുന്നുള്ളൂ. കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക, വഴിപാട് അവരുടെ കൈ കൊണ്ട് വെപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു അവരെ ശ്രദ്ധിക്കേണ്ട വയസ്സുകൾ ഒക്കെ വഴിപാടുകൾ ചെയ്ത് നല്ല രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരിക. ഏറ്റവും മിടുക്കന്മാരായിട്ട് വരും, ഏറ്റവും ടോപ്പായിട്ട് വരും, ഏറ്റവും വലിയ ജീനിയസുകളായിട്ട് വരും. കാരണം ഇവരൊക്കെ ബുദ്ധി കൂടുതലുള്ളവർ തന്നെയാണ്. ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ, എന്നുവെച്ചാൽ അവനവനോട് താല്പര്യം കൂടെ അനുസരിച്ച് മാത്രം മതി. ചുമ്മാ ആദ്യം ഇതും പഠിച്ചിട്ട് അവിടെ ഇവിടെ ഓടി നടന്ന് അലച്ചിലായിട്ട് ജീവിതം കളയാതെ അവനവന് വേണ്ടത് അവനവന് ഇഷ്ടം. ഇപ്പം ചിലർ പറയും, ചില പെൺകുട്ടികൾ പറയാറുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ജോലിയുള്ള, അത് വേറെ ഡിവിഷനിലാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞായിരുന്നു, അത് 8 നമ്പറാണ്, നേഴ്സിംഗ് നല്ലതായിരുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് താല്പര്യമില്ല, ഹോസ്പിറ്റലിൽ തന്നെ വേറെ വർക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശമ്പളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശമ്പളമില്ല, ജീവിതം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ജീവിതമുണ്ടോ, തട്ടിമുട്ടി അങ്ങ് പോവുക. അപ്പോൾ അത് നേഴ്സിംഗ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ, ഏതായാലും ഹോസ്പിറ്റലിൽ തന്നെ ജോലി, നേഴ്സിംഗ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ജീവിതം വലിയ രീതിയിൽ മാറിയനെ. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ അവരവൻ്റെ ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്താൽ മതി. പക്ഷേ ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. ചിലരാണെങ്കിൽ ഇപ്പം പറയും, ഇപ്പം നേഴ്സിംഗ് ആയിക്കോട്ടെ, എൻജിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ആയിക്കോട്ടെ, ചിലരോട് പറയുമ്പോൾ അവർ പറയും എനിക്കത് ഇഷ്ടമല്ല, ആ മേഖലയെ അത് ചെയ്തിട്ടല്ല പറയുന്നത്, മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അതിൻ്റെ അകത്തൊരു അർത്ഥവുമില്ല. പിന്നെ ചിലർ ഞാൻ കൂട്ടുകാർ പഠിക്കുന്നത് അങ്ങ് പഠിക്കും. എനിക്ക് പണ്ടൊരു പയ്യനെ ഇതുപോലെ മർച്ചൻ്റ് നേവിയിൽ പോയി, അവന് ഒരു കാര്യമില്ല മർച്ചൻ്റ് നേവിയിൽ പോകേണ്ട, കൂട്ടുകാർ പോകുന്നു, അവൻ പോയെല്ലാം കഴിഞ്ഞ് അവൻ അതിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് എന്നോട് പറയുന്നത്. ലാസ്റ്റ് അവസാനം അവൻ അവിടെ പഠിത്തം നിർത്തി പോകുന്നതെന്ന് എന്നൊന്നും അറിയത്തില്ല, അവന് തന്നെ പിന്നെ താല്പര്യമില്ലെന്ന് പറയുന്നത് കിട്ടും. കൂട്ടുകാർ പോകുന്ന പുറകെ പോവുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് ജീവിക്കാൻ ഏറ്റവും ഒരു സുരക്ഷിതത്വം നൽകുന്ന, ഏറ്റവും നിങ്ങൾക്ക് സമ്പാദ്യം നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ജീവിക്കാൻ ഉതകുന്ന സാഹചര്യവും സമ്പത്തും നൽകുന്ന തൊഴിൽ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾക്ക് ചേർന്ന തൊഴിൽ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ കഴിവിനനുസരിച്ച് തൊഴിൽ തിരഞ്ഞെടുക്കുക. ഇതാണ് ജീവിതം മാറ്റുന്നത്. അല്ലാതെ വരും പറയുന്നത് കേട്ടുകൊണ്ട് ഓരോന്നിനും പോയി അവിടെ ഇവിടെയും പഠിച്ച് അതും ഇതും പഠിച്ച് ജീവിതം വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം അവനവനാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഒരു കാര്യത്തിനും ആരെയും നിർബന്ധിക്കാറില്ല. എല്ലാം അവനവൻ്റെ. ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിലും ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ മനസ്സിലാക്കി അവനവൻ്റെ ഇഷ്ടം പോലെ അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ശരിയായിട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അവനവന് കൊള്ളാം. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു രഹസ്യങ്ങൾ പറയാം. വണ്ടിയുടെ 4 അക്ക നമ്പറിൽ കൂട്ടുമാർ 2 കിട്ടുക, 8 കിട്ടുക, ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇടയ്ക്ക് തട്ടേ മുട്ടേ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് അർത്ഥമില്ല. ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ തന്നെ വേണം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ വണ്ടിയുടെ 4 അക്ക നമ്പറിൽ അവസാനത്തെ 2 അക്കം 33 വരിക, അല്ലെങ്കിൽ വണ്ടിയുടെ 4 അക്ക നമ്പർ കൂട്ടുമ്പോൾ 33 വരിക. ഇങ്ങനെയുള്ള വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. കൈകാര്യം ചെയ്യുമ്പോൾ തട്ടേ മുട്ടേ ഇതുപോലെയുള്ള കാര്യങ്ങളെ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ വേണം ചെക്ക് ചെയ്ത് നോക്കിയോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇതെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആണെന്നോ അങ്ങനെ ആകണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഇതൊക്കെ സാമാന്യ ബലങ്ങളാണ്. ചിലർക്കെങ്കിലും ഇത് അനുഭവത്തിൽ വരാം. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാൻ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമാണ് പറഞ്ഞത്. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.